സോ ഡിയർ UPSC ആസ്പിരൻസ്, നമ്മൾ ഏൻഷ്യൻ ഇന്ത്യയുടെ ഫസ്റ്റ് സെറ്റിന്റെ ഡിസ്കഷൻ എന്ന രീതിയിൽ ഒരു 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ആൻസേഴ്സ് ഓഫ് ദോസ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ സ്റ്റാർട്ടിങ് വിത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾ എന്താണ് ആൻസർ കൊത്തിയിട്ടുള്ളത് അത് ആൻസർ കമന്റ് ആയിട്ട് ചെയ്യുക, പിന്നെ ഞാൻ അത് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിത്ത് റെഫറൻസ് ടു മെസോലിത്തിക് പീരീഡ് ആണ്. ആൻഡ് വിച്ച് ഓഫ് ദി അബോവ് ആർ കറക്റ്റ്? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? അതിന് എന്തായിരുന്നു നിങ്ങൾ ആൻസർ കൊടുത്തിട്ടുള്ളത്? ആൻഡ് വിൽ ബി ഡിസ്കസിങ് ഓൾ ദ 20 ക്വസ്റ്റ്യൻസ് ടുഡേ. വെരി ഗുഡ്. ഡി ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ലെറ്റ്സ് സീ ഗൈസ്. ഒന്ന് നോക്കിക്കേ, മെസോലിത്തിക് പീരീഡിന്റെ ഫീച്ചർ ബേസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് ബിഗാൻ ഡ്യൂറിംഗ് ദിസ് പീരീഡ്. അത് വളരെ പ്രധാനപ്പെട്ട ഫീച്ചർ ആണ്. അപ്പൊ ഒന്നുണ്ടെങ്കിൽ നമുക്ക് ബി ഒഴിവാക്കാം. മൈക്രോലിത്സ് ടൂൾസ് വെർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ്. അതുകൊണ്ട് തന്നെ മെസോലിത്തിക്കിന് ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ ആണ് മൈക്രോലിത്തിക് പീരീഡ്. അതും ശരിയാണ്. രണ്ടാമതും ശരിയാണ്. അപ്പൊ നമുക്ക് സി ഒഴിവാക്കാം. പിന്നെ 1ഉം 2ഉം ഡിയും എന്ന് പറയുന്ന ഓപ്ഷൻ ആണുള്ളത്. എവിഡൻസ് ഓഫ് പോട്ടറി ഫസ്റ്റ് അപ്പിയേഴ്സ് ഇൻ ദിസ് ഫേസ്. ഓക്കെ, പോട്ടറികളുടെ ആദ്യകാല ഫേസുകൾ വരുന്നത് ഈ ഒരു സമയത്താണ് എന്ന രീതിയിലാണ്. ആക്ച്വലി പോട്ടറി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, ഒരു സിസ്റ്റപ്പ്, അത് വരുന്നത് എപ്പോ മുതൽക്കാണ്? നിയോലിത്തിക് കാലഘട്ടം മുതൽക്കാണ്. നിയോലിത്തിക് കാലഘട്ടം മുതൽക്കാണ് പോട്ടറി വരാൻ വേണ്ടി പോകുന്നത്. സോ ഡി വോണ്ട് ബി ദർ. ആൻസർ വിൽ ബി ഓപ്ഷൻ എ. നമ്മൾ ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെസോലിത്തിക്കലി ഇവർക്ക് സം കൈൻഡ് ഓഫ് ഫുഡ് ഗാദറിംഗും ഏർലി സെറ്റിൽമെന്റ് ഉണ്ടെങ്കിൽ പോലും പോട്ടറി ഉണ്ടായിരുന്നില്ല. പോട്ടറി യഥാർത്ഥത്തിൽ അത് നിയോലിത്തിക് കാലഘട്ടം മുതൽക്കാണ് ഫുഡ് സർപ്ലസ് കാര്യങ്ങൾ ഡോമിനേറ്റ് ചെയ്തപ്പോൾ അത് സൂക്ഷിക്കാൻ വേണ്ടി എന്തുവന്നത്? പോട്ടറി വന്നിട്ടുണ്ടായിരുന്നത്. സോ 3 വോണ്ട് ബി ദർ. ആൻസർ എന്താണ്? 1 and 2 ഓപ്ഷൻ എ. Coming to second question, which of the following stone ages sites is known for the earliest evidence of domestication of animals? ഏതാണ് രണ്ടാമത്തെ ഉത്തരം? പ്ലീസ് comment it guys, comment it. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ സൈറ്റ് ഏത്? നിങ്ങൾ എല്ലാവരും വായിച്ചിട്ട് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ നമ്മൾ ജസ്റ്റ് ഡിസ്കഷൻ മാത്രമാണ് നടത്തുന്നത്. അപ്പൊ നിങ്ങൾ ഇൻ കേസ് അങ്ങനെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലൊക്കേഷൻ ഏത് എന്നുള്ളതാണ് 4 ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. സോ വാട്ട്സ് ആൻസർ? ഓപ്ഷൻ ബിയും സിയും കുറച്ച് കൺഫ്യൂഷൻ ആകാൻ ചാൻസ് ഉണ്ട് അല്ലെ? ബാക്കിയുള്ളവരോടൊന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ വി കൻ ഡിസ്കസ് ചെയ്യാം. ബി, ബി, സി എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, ആൻസർ വരുന്നത് ഈസ് ഓപ്ഷൻ ബി, ആദംകർ. ആദംകർ എന്ന് പറയുന്ന ലൊക്കേഷൻ ആണ് ഉത്തരം വരുന്നത് കേട്ടോ, മധ്യപ്രദേശിന്റെ ഭാഗത്ത്. നൗ തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദംകറും ബാഗറും ഇമ്പോർട്ടൻസ് ഒക്കെ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൻസ്കി എവിടെ വരുന്നത്? ഹൻസ്കി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈറ്റും സ്റ്റേറ്റും വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരെ നിങ്ങൾക്ക് പ്രിലിംസിന് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഹൻസ്കി എന്ന് പറയുന്ന സൈറ്റ് എവിടെയാണ് വരുന്നത്? എവിടെയാ ഹൻസ്കി? ഏത് സ്റ്റേറ്റിലാ? അഭിരാമി ഇസ് നോട്ട് UP. അഭിരാം പറഞ്ഞതുപോലെ ഇറ്റ്സ് കർണാടക. ഓക്കെ, കർണാടകയാണ് വരുന്നത് കേട്ടോ, കർണാടക. ബാക്കി 2 മധ്യപ്രദേശ് ആണ്, ബാഗർ രാജസ്ഥാനാണെന്ന് നമുക്കറിയാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഏർലിയസ്റ്റ് നോൺ കൾച്ചർ ഓഫ് സ്റ്റോൺ ഏജ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ സ്റ്റോൺ ഏജുമായി ബന്ധപ്പെട്ടുള്ള ഏർലിയസ്റ്റ് നോൺ കൾച്ചർ ഏത്? യുവർ ഹാവിംഗ് മൈക്രോലിത്തിക്, അക്യൂലിയൻ, നിയോലിത്തിക്, കാൽക്കോലിത്തിക്. ഇതിൽ ആദ്യം വരുന്നത് ഏതാണ്? ഇവിടെ നിങ്ങൾക്ക് 1 പെർട്ടിക്കുലർ ടെർമിനോളജി പരിചയപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് പ്രിലിംസിന് എക്സ്പെക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ലെവൽ ഓഫ് നോളജ് മിസ് ആക്കരുത്. അഡ്വാൻസ്ഡ് ലെവലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെരി ഗുഡ്. ഓൾ ഗൈസ് കമന്റഡ് ലൈക്ക് ഓപ്ഷൻ ബി. അക്യൂലിയൻ കൾച്ചർ ഓർ
മദ്രാസി കൾച്ചർ ഈസ് അസോസിയേറ്റഡ് വിത്ത് പാലിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിലുള്ള കൾച്ചേഴ്സിനാണ് അക്യൂലിയൻ ആൻഡ് മദ്രാസി കൾച്ചർ എന്ന് പറയുന്നത്. മൈക്രോലിത്തിക് നമുക്കറിയാം മെസോ ആണ്, പിന്നെ നിയോ, പിന്നെ കാൽക്കുലിത്തിക്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്, ഫൈൻ. നൗ ഡിസ്കസിംഗ് ക്വസ്റ്റ്യൻ നമ്പർ 4. Statement wise question ആണ്. Bhimbedka is known for Mesolithic rock paintings. Mehrgarh provides earliest evidence of rice cultivation. What's the answer for the question number 4? അഭിരാം ഓപ്ഷൻ എ കമന്റ് ചെയ്തു. ബാക്കിയുള്ളവരെ ജോർസ് സി ആണ് കൊടുത്തത്. ഓക്കെ, വാട്ട് അബൌട്ട് അതേഴ്സ്? അതേഴ്സ് പ്ലീസ് കമന്റ് ഇറ്റ്. 1 ഉണ്ട്, 2 ഉണ്ട്, ബോത്ത് ഉണ്ട്, നെയ്തർ ഉണ്ട്. നിങ്ങൾ പെട്ടെന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ബോത്ത് സി പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, നമുക്ക് വായിച്ചേക്കാം. ബിംബെഡ്ക ഇസ് നോൺ ഫോർ മെസോലിത്തിക് റോക്ക് പെയിന്റിംഗ്. അതെ, പാലിയോലിത്തിക്കിലും അപ്പർ പാലിയോലിത്തിക്കിലും മെസോലിത്തിക്കിലും നല്ലൊരു പെയിന്റിംഗ് കാണപ്പെടുന്ന ഫേസ് ആണ് ബിംബെഡ്ക. നിയോലിത്തിക്കിലും ഉണ്ട്, ബട്ട് നോട്ട് ആസ് മച്ച് എവിഡൻസ്. മെഹർഗർ പ്രൊവൈഡ്സ് ഏർലിയസ്റ്റ് എവിഡൻസ് ഓഫ് റൈസ് കൾട്ടിവേഷൻ. എവിടുന്ന ഏർലിയസ്റ്റ് എവിഡൻസ് ഓഫ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് മെഹർഗർ ആണ്. റൈസ് കൾട്ടിവേഷൻ എവിടുന്നായിരുന്നു? ദാറ്റ് ഈസ് കോൾദിവർ അല്ലെ, ഉത്തർപ്രദേശിന്റെ ഭാഗം. ആൻസർ ഈസ് ഓപ്ഷൻ എ. രണ്ടാമത്തെ തെറ്റാണ്. ഫൈൻ, ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണെന്നുള്ളത്? വെരി ഗുഡ്. Now moving forward, question number 5. It's a direct question. Please try to answer. Please try to answer this question, guys. എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ കമന്റ് ചെയ്തിട്ടുണ്ട് അയന. അതേഴ്സ് അഭിരാം, ജോറിസ് ഒക്കെ എ ആണ് കൊടുത്തിരിക്കുന്നത്. ദ നിയോലിത്തിക് സൈറ്റ് ഓഫ് ബർസഹോം എവിടെയാണ്? ഓപ്ഷൻ എ കാശ്മീരാണ്. ബർസഹോം, തുഫ്രാലൊക്കെ കാശ്മീരാണ് വരുന്നത്. ഫേമസ് ഫോർ വാട്ട്? പിറ്റ് ഡ്വെല്ലിംഗ് അല്ലെ, പിറ്റ് ഡ്വെല്ലിംഗ് ആണ് ഫേമസ് ആയിട്ടുള്ള ഫീച്ചർ. Then question number 6. Which of the following ancient towns is well known for its elaborate system of water harvesting and management by building dams and reservoirs? ഇങ്ങനത്തെ തീമാറ്റിക് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സ്പെക്ടഡ് ആണ് കേട്ടോ. തീമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്ടഡ് ആണ്. ജസ്റ്റ് ട്രൈ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മളൊരു 3 ക്ലാസ്സിലാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓഫൻ 45 മിനിറ്റ്സ് ഈച്ച് അല്ലെ. അപ്പൊ അതിൽ തന്നെ നമ്മൾ ഓരോ കോൺസെപ്റ്റ് പറയുമ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്നതാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് യു കൻ റൈറ്റ് ദിസ് ആൻസർ. എന്താണ്? വാട്ടർ ഹാർവെസ്റ്റിംഗും മാനേജ്മെന്റും ഡാമും റിസർവർ. ഡാമും റിസർവർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? അവിടെ കുറച്ച് ഡ്രൗട്ട് സിറ്റുവേഷൻസ് ഉള്ള ലൊക്കേഷൻ ആണെന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ലൊക്കേഷൻ ആണെന്ത്? ഓപ്ഷൻ എ, ദാറ്റ് ഈസ് ധോലാവിര ഇൻ ഗുജറാത്ത്. ഗുജറാത്തിൽ അതൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. വെരി ഗുഡ് ഗൈസ്, നിങ്ങൾ കമന്റ് ചെയ്തിരിക്കുന്നത് ശരിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ തീമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. നൗ ഓൾറെഡി PYQന്റെ ഭാഗമായിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഹാരപ്പൻ സൈറ്റ് എന്ന് പറയുന്നത്. ആ സെയിം ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7 PYQ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, സൊഹാഗ്ര. ഇതൊരു മൗര്യൻ സൈറ്റ് ആണ്. അതായത് മൗര്യൻ എംപയറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സൈറ്റ് ആണിത്. നോട്ട് ഹാരപ്പൻ സൈറ്റ്. ചൻഹുദാര കോട്ടേജി, ദസൽപൂർ, ഗുജറാത്തിന്റെ ഭാഗത്ത് വരുന്നതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 8. ഹാരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇതിന്റെ ആൻസർ പെട്ടെന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഡസ് വാലി സിറ്റീസ് ഹാഡ് ആൻ അഡ്വാൻസ്ഡ് ഡ്രെയിനേജ് സിസ്റ്റം. അത് ശരിയല്ലേ? നമുക്ക് അറിയുന്ന പോലെയാണ്. അപ്പൊ അത് ശരിയാണ്. അപ്പൊ അത് ശരിയാണെങ്കിൽ എ ഈസ് ഫോൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ദ സിവിലൈസേഷൻ ഹാഡ് സെൻട്രലൈസ്ഡ് പൊളിറ്റിക്കൽ അതോറിറ്റി. നമ്മൾ ഇതിൽ നല്ലൊരു ചാൻസ് എന്താണ്? വിൽ ഗോ ഫോർ ഓപ്ഷൻ എ. കാരണം ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഇസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇത് കുത്താനാണ് ചാൻസ് ഉള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇൻഡസ് വാലി സിവിലൈസേഷന് സിറ്റികൾക്ക് അഡ്വാൻസ്ഡ് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. സിവിലൈസേഷൻ ഹാഡ് സെൻട്രലൈസ്ഡ് പൊളിറ്റിക്കൽ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ,
ഈ സിവിലൈസേഷന് ഒരു അഡ്വാൻസ്ഡ് സെൻട്രലൈസ്ഡ് പൊളിറ്റിക്കൽ അതോറിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. ഡ്രെയിനേജ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം, കണക്ഷൻസ് ഉണ്ടായേക്കാം, പക്ഷെ അതൊരു അഡ്വാൻസ്ഡ് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാകുന്നതിലോട്ട് അതിന്റെ റീസണിങ് ശരിയാകണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ചിലപ്പം കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. റിലേഷൻഷിപ്പും ഇല്ല. ആക്ച്വലി പി ആണ് ആക്ച്വലി ഉത്തരം വരിക. ബോത്ത് ആൻഡ് ആർ ആർ ട്രൂ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കും, പക്ഷെ ആർ എന്ന് പറയുന്നത് എയിലോട്ടുള്ള കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ അതോറിറ്റി ഉള്ളത് കൊണ്ടാകണം ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് ശരിയല്ല. അത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ ഒരു പക്ഷേ ഡ്രെയിനേജ് സിസ്റ്റം അഡ്വാൻസ്ഡ് ആയിട്ട് ഉണ്ടാകും. എങ്ങനെ? ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു യൂണിഫോമിറ്റി ഓഫ് ട്രേഡ് ആൻഡ് വേജ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന സമയത്തുള്ള സംഗതിയിൽ നമുക്ക് പറയേണ്ടി വരും. പക്ഷെ ഡ്രെയിനേജ് സിസ്റ്റം ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് വൺ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. Now moving further, question number 9. Which of the following statements are correct regarding Harappan civilization? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിക്കേ. ഗ്രാനറീസ് ഹാവ് ബീൻ ഫൗണ്ട് അറ്റ് ഹാരപ്പൻ മോഹൻജദാരോ. ഗ്രാനറി നമുക്കറിയാം, ഫുഡ് റിസോഴ്സ് സൂക്ഷിച്ചു വെക്കാനുള്ളതാ. അത് പ്രധാനപ്പെട്ട സിറ്റികളിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ശരിയാണോ? ശരിയാകാനുള്ള ചാൻസേ ഉള്ളൂ അല്ലെ. ഹാരപ്പൻ പീപ്പിൾ വർഷിപ്പ്ഡ് പശുപതി ശിവ. നമുക്ക് ഹാരപ്പൻ പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാരപ്പയിലെ ജനങ്ങളല്ല, ഹാരപ്പൻ സിവിലൈസേഷൻ ആണ് അവർ വർഷിപ്പെട്ടിട്ടുണ്ടായത്. ഹോഴ്സസ് were common in Harappan cities. They used weights and measures based on binary system. ഇത് ഓക്കെയാണ്. അപ്പൊ മൂന്നും ഇല്ല. ഹോഴ്സസ് കോമൺ ആയിരുന്നു. ഇല്ല, അത് ഹോഴ്സ് അല്ല. നമ്മൾ പറയുന്ന മറ്റേ അനിമലിന്റെ പേരെന്താണ്? യൂണിക്കോൺ. യൂണിക്കോൺ ആണ് വരുന്നത്. സോ 3 can be eliminated. Answer option will be reach. Right? So this is how. Yeah, very good. നിങ്ങളും കമന്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 10 ഒന്ന് വായിച്ചു നോക്കിക്കേ. 10ന്റെ ആൻസർ എന്ന് പറഞ്ഞേ. Make it faster. Make it faster. The term Gotra was first used during the period. Gotra എന്ന് പറയുന്ന ടെർമിനോളജി നമുക്ക് ഏത് കാലഘട്ടമായിട്ടാണ് കാണാൻ പറ്റുന്നത്? ഏർലി വേദിക് പീരീഡ്, ലേറ്റർ വേദിക് പീരീഡ്, മൗര്യൻ പീരീഡ്, ഗുപ്ത പീരീഡ്. ഈ മൗര്യൻ പീരീഡും ഗുപ്ത പീരീഡ് കാരണം ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പീരീഡ്. അപ്പൊ അതിന് മുന്നേ എന്തായാലും ഗോത്രം എന്ന് പറയുന്ന ഒരു വാക്ക് വന്നിട്ടുണ്ടാകും. സോ ഇറ്റ്സെൽഫ് വി കൻ എലിമിനേറ്റ് ദീസ് ടു. പിന്നെ ഏർലി വേദിക് ആണോ ലേറ്റർ വേദിക് ആണോ? ആൻസർ എന്താണ്? ലേറ്റർ വേദിക് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഗോത്ര ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ മാരേജിന്റെ റിജിഡിറ്റുമായി ബന്ധപ്പെട്ടിട്ട് കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഗോത്രയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ മാരേജുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾ നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. മാരേജ് റിലേഷൻഷിപ്പ് സെയിം ഗോത്രയിൽപ്പെട്ട ആൾക്കാർക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. സോ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ് ഗൈസ്, നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്ത് ശരിയാണ്. അങ്ങനെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് തന്നെ ഡെഫിനറ്റ്ലി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. Now question number 11. The political unit of Rigveda society was called. Rigveda സൊസൈറ്റിയുടെ പൊളിറ്റിക്കൽ യൂണിറ്റിനെ വിളിച്ചിരുന്ന പേരുണ്ട്. വെരി ഗുഡ് അപ്പിന. ജോറിസ് വെരി ഗുഡ്. മഹാജനപദ എന്ന് പറയുന്നത് 6th സെഞ്ചുറി ബിസിയിലുള്ളതാണ്. സഭ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ യൂണിറ്റ് അല്ല, മറിച്ച് എന്താണ്? ഇറ്റ്സ് എ അസംബ്ലി ആണ്. ഇവിടെ പൊളിറ്റിക്കൽ യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് നമുക്കിപ്പോ ഉണ്ട്, വില്ലേജ് ഉണ്ട്, താലൂക്ക് ഉണ്ട്, ജില്ലയുണ്ട് എന്ന് പറയുന്ന പോലെയുള്ള കാര്യത്തെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ജനയുണ്ട്, ജനപദയുണ്ട്. നമുക്കറിയാം ഋഗ്വേദി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ജനയും, ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ ജനപദയും, മഹാജനപദ എന്ന് പറയുന്നത് 6th സെഞ്ചുറിയുടെ സമയത്താണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ആരോ മാർക്കൊക്കെ ഇട്ട് എഴുതി കോൺസെപ്ച്വലി പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഋഗ്വേദിക് കാലഘട്ടത്തിൽ ജനയാണ്, ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ ജനപദയാണ്, 6th സെഞ്ചുറിയുടെ സമയത്ത് മഹാജനപദയാണ്. രണ്ട് വേദിക് കാലഘട്ടത്തിൽ ഏർലി വേദിക്കും ലേറ്റർ വേദിക്കും ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ അസോസിയേഷൻ ആണ് സഭ ആൻഡ് സമിതി. പക്ഷേ റോളിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രം. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. മഹാജനപദാസുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് ഏതാണ്? റിപ്പബ്ലിക്കൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇലക്റ്റഡ് ഹെഡ്. അപ്പൊ നമ്മൾ അതിന് എന്ത് വിളിച്ചിരുന്നു? ഗണസംഘ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഗണസംഘ ആയിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഗണസംഘയുണ്ട്, മൊണാർക്കി ഉണ്ട്. ജോറിസ് അബ്രാം വെരി ഗുഡ്. വാട്ട് അബൌട്ട് അതേഴ്സ്? സാംസങ് ആരാണ്? ഒന്ന് പേരൊന്ന് റിനെയിം ചെയ്യാവോ?
വജ്ജി 8 ക്ലാൻസ്. സാംസങ് വെരി ഗുഡ്. വജ്ജി 8 ക്ലാൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഇത് തന്നെയാണ് ഉത്തരം വരുന്നത്. ഓക്കെ ഓക്കെ വൈഷ്ണവ്. അടുത്ത ക്ലാസ്സിൽ പേര് നിർണ്ണയം ചെയ്തിട്ട് കാരണം കേട്ടോ, കാരണം ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് അത് ബുദ്ധിമുട്ടാകരുത്. Question number 13. Which Buddhist text provides details about 16 Mahajanpadas? ഇത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന ടെക്സ്റ്റ് ആണ് വരുന്നത് എന്നുള്ളത്. അതിന്റെ മെയിൻസ് റെലവൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, നിങ്ങൾക്ക് റിലീജിയസ് ടെക്സ്റ്റുകളായിട്ടുള്ള ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ വരെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ നൽകാൻ നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 16 മഹാജനാസിനെ കുറിച്ച് പറയുന്ന ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ഏതാണ്? അങ്കുത്തര നിക്കായ. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ മഹാജന്മദാസിന്റെ ബാക്കി ഡിസ്കഷനും ബുദ്ധിസം ചൈനീസും ഒക്കെയാണ് വരുന്നത്. അപ്പൊ ആ ഡിസ്കഷനിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകും കേട്ടോ. വെരി ഗുഡ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. Question number 14. Which of the following statement about Rigvedic society is correct? Rigvedic society കുറിച്ചുള്ള കാര്യങ്ങൾ ഏതാണ് കറക്റ്റ്? 1, 2, 3 സ്റ്റേറ്റ്മെന്റ്. 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നിങ്ങൾ വായിച്ചു നോക്ക്. സഭാൻ സമിതി വർ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഡെഫിനറ്റ്ലി ഞാൻ കുറച്ചു മുമ്പ് ഡിസ്കഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നുണ്ട്, നിങ്ങളോട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒന്നുണ്ട്. സോ ഇറ്റ് സെൽഫ് യു കൻ എലിമിനേറ്റ് ഓപ്ഷൻ ബി. മൂന്നാമത് വായിച്ചേക്കാം. കൗസ് വർ കൺസിഡേർഡ് എ മെഷർ ഓഫ് വെൽത്ത്. ഡെഫിനറ്റ്ലി നമ്മൾ ഗൗ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഗൗ എന്നുള്ള വാക്കിൽ നിന്നാണ് പല എക്കണോമിക് യൂസേജുകളും പിൽക്കാലഘട്ടത്തിൽ വരുന്നത്. എക്കണോമിക് യൂസേജ്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൗ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 3 ഉണ്ട്. സോ 1, 3 ഉണ്ട്, 1, 2 ഉണ്ട്. അപ്പൊ 2 കൂടെ ശരിയാണെന്ന് മാത്രം നോക്കിയാൽ മതി. വർണ്ണ സിസ്റ്റം വാസ് റിജിഡ് ആൻഡ് ഹെറിഡിറ്ററി. റിഗ്വേദ് സൊസൈറ്റിയിൽ റിജിഡ് ആയിരുന്നു? അല്ല. അവിടെ ആ സമയത്ത് കുറച്ചുകൂടെ ഈഗലിറ്റേറിയനും വിത്ത് റെസ്പെക്ട് ടു ഓൾ കൈൻഡ് ഓഫ് വർണ്ണക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. വർണ്ണാശ്രമ സിസ്റ്റത്തിന് കുറച്ച് റെസ്പെക്ട് കിട്ടിയിട്ടുണ്ടായ സമയമാണ് റിഗ്വേദി സൊസൈറ്റി. ലേറ്റർ വേദിക്കുന്ന സമയത്താണ് റിജിഡ് ആകുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. സോ 1 and 3 വിൽ ബി ദ ആൻസർ. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ക്ലിയർ ആണല്ലോ അല്ലെ? ഫൈൻ. വെരി ഗുഡ്. Now question number 15. 15ാമത്തെ ചോദ്യം. Which of the following text contain the philosophical hymns and is part of later Vedic literature? Later Vedic ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് നമ്മൾ വി ഹാഡ് എ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ റിഗാർഡിംഗ് ദ ശ്രുതി ആൻഡ് സ്മൃതി ലിറ്ററേച്ചർ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ടെക്സ്റ്റ് ഏതാണ്? ഞാൻ അതാ പറഞ്ഞത്, തീമാറ്റിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഋഗ്വേദ, സാമവേദ, ഉപനിഷത്ത്, ബ്രഹ്മണാസ്. ഇതില് ഒറ്റക്ക് നിൽക്കുന്ന ആദ്യം നോക്കിയാൽ മതി. വൈഷ്ണവ്, അഭിരാം, വെരി ഗുഡ്. വാട്ട് അബൌട്ട് others? അഭിരാമി, അയന, ജോറിസ്. ഓക്കെ ഫൈൻ. ആൻസർ എന്താണ്? സി, ഉപനിഷത്താണ് ഉത്തരം വരുന്നത് അല്ലെ. കാരണം ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ ഇതെല്ലാം റിച്വലിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഉപനിഷത്തുകൾ എന്ത് ചെയ്തു? ഫിലോസഫികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എഴുതിയത് എല്ലാത്തിനും ശരിയാണെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ളവർ എഴുതേട്ടോ, കമന്റ് ചെയ്യാത്തവര് കമന്റ് ചെയ്യാം. Now, which of the following was not a മഹാജനപദ? താഴെ കൊടുത്തിരിക്കുന്നതിൽ മഹാജനപദ അല്ലാത്തത് ഏത്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ. അത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ഇൻഫോ വേണം. അതുകൊണ്ടാണ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കൊടുത്തത്. കുരു, പാഞ്ചാല, മഗധ. ആൻഡ് ആൻസർ ഈസ് ചോള. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളോട് ഇതിന്റെയൊക്കെ മാപ്പ് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് കുട്ടപ്പൻ മാപ്പ് വെച്ചിട്ട് ഇത് പഠിക്കേണ്ടത് എന്നുള്ളത് ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ തന്നെ പ്രൊസീഡ് ചെയ്യുക. നിങ്ങൾ അത് എത്രമാത്രം റിവൈസ് ചെയ്യുന്നോ അത്രയും സ്ട്രോങ് ആക്കിയിട്ട് നിങ്ങൾക്ക് പ്രിലിംസിന് എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ്സ് അവർ ഒബ്ജക്റ്റീവ് ആസ് വെൽ ആസ് മെയിൻസിന്റെ ആൻസർ റൈറ്റിംഗ്. അതും നന്നാക്കാൻ പറ്റും. Now question number 17. With reference to Mahajanapadas, consider the following statement. Most Mahajanapadas were monarchies. Avanti and Magadha were important powers. The capital of Kosala was Rajagriha. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? പ്ലീസ് ഡു ഇറ്റ് ഗൈസ്. പ്ലീസ് കമന്റ്. എല്ലാവരും കമന്റ് ചെയ്യണേ. സോ മോസ്റ്റ് മഹാജനസ് വർ മൊണാർക്കീസ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഓപ്ഷൻ എ 1 and 2 ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. മൊണാർക്കീസ് ആയിരുന്നു. അവന്തി മഗധ പവർഫുൾ ആയിരുന്നു. ക്യാപിറ്റൽ ഓഫ് കോസല എന്ന് പറയുന്നത് എന്താണ്? ശ്രാവസ്തി അല്ലെങ്കിൽ അയോധ്യയാണ് ഉണ്ടായിരുന്നത്. രാജഗൃഹ ഇതിൻ്റെതാ? അത് മഗധയുടേതാണ്. അത് ബേസിക് ഇൻഫോ ആണ്. അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ യു വിൽ ബി റീച്ചിങ് ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 18.
ടു സ്റ്റേറ്റ്മെന്റ് ആണ്. Samadhi was a tribal assembly responsible for military affairs. The term Rajan in the Rigveda refers to tribal king. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇത് വെച്ചിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലീസ് ഗൈസ്, പ്ലീസ് റെസ്പോൺസ്. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യട്ടെ എല്ലാവരും ചെയ്യണം. ഞാൻ വെയിറ്റ് ചെയ്യും, എല്ലാവരും ചെയ്യണം. ഓക്കെ, വൺ ഓൺലി എ, ബി, പല അഭിപ്രായങ്ങളുണ്ട് അല്ലെ? ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു നോക്കിയേ. സമിതി വാസ് എ ട്രൈബൽ അസംബ്ലി റെസ്പോൺസിബിൾ ഫോർ മിലിറ്ററി അഫേഴ്സ്. ദ ടേം രാജൻ ഇൻ ദ റിഗ്വേദ റെഫേഴ്സ് ടു ട്രൈബൽ കിങ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? രാജനാണ് എന്ത്? ട്രൈബൽ കിങ് എന്ന് പറയുന്ന ഒരാള് അല്ലെ? കാരണം നമ്മൾ ഋഗ്വേദി പോളിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജനാണ് അവരുടെ ഇലക്റ്റഡ് ഹെഡ് വരുന്നത്, ട്രൈബൽ കിങ് ആണെന്ന് പറയുന്ന കാര്യം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നൗ സമിതി വാസ് എ ട്രൈബൽ അസംബ്ലി റെസ്പോൺസിബിൾ ഫോർ മിലിറ്ററി അഫേഴ്സ്. അപ്പൊ നമുക്ക് സഭയുണ്ട്, സമിതിയുണ്ട്. ഇതിന്റെ ഫംഗ്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ നിയമസഭയുണ്ട് എന്നതുപോലെ ആ കാലഘട്ടത്തിലും കുറച്ചുകൂടെ പ്രായം ചെന്ന ആൾക്കാരുടെ കൂട്ടായ്മയാണ് എന്ത്? സഭ എന്ന് പറയുന്നത്. ആൻഡ് സഭയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ജുഡീഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ജുഡീഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അതേ സമയത്ത് മിലിറ്ററി പരമായിട്ടുള്ള ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ആരാണ്? സഭയാണ്. സമിതിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് എ ജനറൽ അസംബ്ലി. അവിടെ കുറച്ചുകൂടെ റിലീജിയസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ റിപ്പീറ്റ്, ഒന്ന് ശ്രദ്ധിക്കണം, ഞാനിവിടെ എഴുതി തരാം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസംബ്ലി ആയിരുന്നു സഭ. ഇത് എൽഡേഴ്സിന്റെ അസംബ്ലിയാണ്. അപ്പൊ ഇവിടെയാണ് എന്ത് സംഭവിക്കുക? ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങള്, എക്കണോമിക് കാര്യങ്ങള്, ആസ് വെൽ ആസ് മിലിറ്ററി കാര്യങ്ങളൊക്കെ വരിക എവിടെയാണ്? സഭയിലാണ് വരിക. എങ്ങനെയായിരിക്കണം സ്റ്റേറ്റ്. എന്നാൽ അതേസമയത്ത് സമിതി എന്ന് പറയുന്നത് ഒരു ജനറൽ അസംബ്ലിയാണ്. ഇവിടെയാണ് ഇവിടുത്തെ കുറച്ചുകൂടെ റിലീജിയസ് കാര്യങ്ങൾ, സോഷ്യൽ ലൈഫ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് സമിതിയിലാണ്. സോ ദിസ് ഈസ് ഇൻകറക്റ്റ് ആൻഡ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 2 ഓൺലി. ക്ലിയർ ആയിട്ടുണ്ടോ? കുറെ ആൾക്കാർ തെറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. Either you can use this mic as well as otherwise you can use this chat box option. Okay, fine. Then moving to 19th question. Assertion. Yeah. സാർ അതിൽ ഈ ഋഗ്വേദിയിൽ ഈ ഗോപാല എന്ന ടേം അല്ലേ സാർ ഈ കിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്നത്? രാജ എന്ന് സെപ്പറേറ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ? രാജ യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. രാജൻ ഞാനത് ലേറ്റർ വേദിക്കിലോട്ടാണ് ചിന്തിച്ചെടുത്തത്, അതുകൊണ്ടാണ് തെറ്റി. അല്ലല്ലേ, ഏളി വേദിക്കിൽ തന്നെ രാജൻ എന്ന് പറയുന്ന ഒരു യൂസേജ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ സാർ. ലേറ്റർ വേദിക്കിൽ എത്തിയപ്പോൾ ചെയ്തു പുള്ളിക്കാരന്റെ നേച്ചർ മാറി കുറച്ചുകൂടെ മൊണാർക്കിക്കൽ ആസ് വെൽ ആസ് ഓട്ടോക്രാറ്റിക് ആയി എന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 19. Assertion and reason. You are having statement and reason. Vajji was a confederacy of 8 clans. It followed a republican form of government. Answer എന്താ? Simple question. It's a general and simple question. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലെ? കാരണം ഇത് രണ്ടും ശരിയായിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ അതിന് കറക്റ്റ് എക്സ്പ്ലനേഷനോട് എത്തുകയും ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 20. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫീച്ചേഴ്സ് ഓഫ്
Later Vedic Age. Later Vedic Age. ഞാൻ ഓരോന്നും എഴുതി തന്ന് പഠിപ്പിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ലേറ്റർ വേദിക് ഏജിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് ആസ് എ ട്രാൻസിഷൻ വരുന്നത്. ഒന്ന്, യൂസ് ഓഫ് പെയിന്റഡ് ഗ്രേ വെയർ പോട്ടറി. നമ്മൾ പറഞ്ഞു ഇതാണ് വൈ റിലേഷൻ വിത്ത് അയണേജ് അല്ലെ, അയണേജുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൈസ് ഓഫ് കിങ്ഷിപ്പ് ആൻഡ് ടാക്സസ്. സ്ട്രോങ് പൊസിഷൻ ഓഫ് വുമൺ. വുമന്റെ പൊസിഷൻ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്? അല്ല, മറിച്ച് എന്താണ്, ഡിക്ലൈൻ ആവുകയാണ് ചെയ്യുന്നത്. സോ 3 സിംപ്ലി നമുക്ക് ഒഴിവാക്കാം. 3 ഒഴിവാക്കുമ്പോൾ തന്നെ യു വിൽ ഗെറ്റ് ദ ആൻസർ. വാട്ട് ഈസ് ഓപ്ഷൻ എ. ഷിഫ്റ്റ് ഓഫ് പൊളിറ്റിക്കൽ സെന്റർ ടു ഈസ്റ്റേൺ ഇന്ത്യ. ഈസ്റ്റ് ഇന്ത്യയിലാണ് നമുക്ക് ചോട്ടനാഗ്പൂർ പ്ലാറ്റും അയൺവർസും കിട്ടുന്നത്. അങ്ങനെ അയണേജ് വരുന്നു, PGW വരുന്നു, സ്റ്റേറ്റ് പവർഫുൾ ആകുന്നു, ടാക്സസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് റോൾ ഓഫ് വുമൺ എന്ത് ചെയ്തു, കുറഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും നമ്മൾ പറയുകയും ചെയ്തു. ഓക്കെ, സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് വൺ. സോ ഡിയർ സ്റ്റുഡൻസ്, ഇതാണ് നമ്മുടെ ഡിസ്കഷൻ. നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ എത്ര എണ്ണം ശരിയായിട്ടുണ്ട്, എത്ര എണ്ണം തെറ്റിയിട്ടുണ്ട്, എത്ര എണ്ണം അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് റൂം ഗ്രൂപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ഈ സെഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യും. ഓക്കെ, ടുമോറോ വിൽ ബി ഹാവിംഗ് ഡിസ്കഷൻ റിഗാർഡിംഗ് ദ മഗധൻ ഇമ്പീരിയലിസം. മഗധൻ ഇമ്പീരിയലിസത്തിന്റെ ക്ലാസ് നാളെ ഉണ്ടാകും. അതിനുശേഷം നമ്മൾ ഏർലി ബുദ്ധിസം ഡിസ്കസ് ചെയ്യും, ഏർലി ജൈനിസം ഡിസ്കസ് ചെയ്യും. ശേഷം നമ്മൾ മൗര്യൻ എംപയറിലോട്ട് വരും. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. യു വിൽ ബി ഗെറ്റിംഗ് മോർ അപ്ഡേറ്റ്സ് ഇൻ യുവർ ക്ലാസ് റൂം ഗ്രൂപ്പ്. ഇന്നത്തെ ഡിസ്കഷൻ ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. സോ ദിസ് ഈസ് അവർ സെക്ഷണൽ ടെസ്റ്റ് 1. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ ജോയിനിങ് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഡിസ്കഷൻ. താങ്ക് യു.